ഹായ് ഹലോ അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ക്യാമറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. എപ്പോഴും പതിവുള്ളതാണ്, ക്യാമറ ഷൂട്ടിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്യും. ഇതാണ് അവരുടെ ബോക്സ്, ലെൻസൊക്കെ ഇട്ട് വയ്ക്കുന്ന ബോക്സാണ്. അപ്പോൾ ക്യാമറ വന്നിട്ട് FX9 ആണ് ക്യാമറ, സോണിയുടെ ബ്രാൻഡാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന പാർട്ടിയിലെ പിള്ളേർ കുറച്ച് പ്രോപ്പർട്ടി മേടിച്ചു, അത് കാണാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പോൾ പുതിയ പ്രോപ്പർട്ടിയാണ്, അടിപൊളിയായിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള കുറച്ച് ആൻറ്റീസ് കളക്ഷൻസും അവരുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ മേക്കപ്പിൻ്റെ സൈഡ് പോയി കഴിഞ്ഞാൽ മേക്കപ്പിനുള്ള എല്ലാ പ്രോഡക്റ്റും സെറ്റാണ്. അപ്പോൾ ഞാൻ ലിസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചാണ് അവർ ആർട്ടിസ്റ്റിനെ റെഡിയാക്കി വിടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുകളിലേക്ക് പോയി മേക്കപ്പ് മാൻ വെയിറ്റ് ചെയ്യുകയാണ് ആർട്ടിസ്റ്റിന് വേണ്ടി. ആർട്ടിസ്റ്റ് വന്നാൽ മേക്കപ്പ് ചെയ്ത് റെഡിയാവും. അതോടൊപ്പം തന്നെ കോസ്റ്റ്യൂമറുടെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് കോസ്റ്റ്യൂം കൊടുക്കാനുള്ള സെറ്റപ്പ് പുള്ളി നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് ചാർട്ടും പരിപാടിയും കോപ്പിറൈറ്റും എല്ലാം ആയിട്ട് കുറച്ച് നേരം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ ആർട്ടിലെ പിള്ളേർ ആ റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടു. ഇത് നമ്മുടെ പഴയ നടി ശാരിക ചേച്ചിയാണ്. അപ്പോൾ ശാരിക ചേച്ചി ഹെയർ ചെയ്യുന്നിടത്ത് പോയി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ പൂജ സ്റ്റാർട്ട് ചെയ്തു. പൂജ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ദീപക് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളെ വെച്ചിട്ട് ഫസ്റ്റ് സീൻ പ്ലാൻ ചെയ്തു. സാറ് സീൻ മാർക്ക് ചെയ്യുന്നു, അസോസിയേറ്റ് സീന് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഷോട്ട് എടുത്തു. പല റേഞ്ചിലാണ് ഷോട്ട് എടുക്കുന്നത്. മിഡ് ഷോട്ട് കാണും, ക്ലോസ് കാണും, പല റേഞ്ചിൽ ടോപ്പ് ആംഗിൾ കാണും. അപ്പോൾ സീനിൻ്റെ ഒരു വ്യാപ്തി അനുസരിച്ചാണ് സീക്വൻസ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആ സീന് ഷൂട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സീൻ ഹാളിൽ എടുത്തു. അപ്പോൾ ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കുറച്ച് നേരം പോയി ഉറങ്ങിയിട്ട് കുറച്ച് ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് വന്നു. നൈറ്റിൽ ഇങ്ങനെ ഒരു വണ്ടി എടുത്ത് പോകുന്നൊരു ഷോട്ടുണ്ടായിരുന്നു, എക്സ്റ്റീരിയർ പോർഷൻ. അതുകൂടെ ഷൂട്ട് ചെയ്ത് ഷൂട്ടിംഗ് പാക്കപ്പായി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.